ഈ വാരി വലിച്ച് തിന്ന എല്ലാ സമയത്തും എന്ത് ചെയ്യുക, സമയമാകുമ്പോൾ ഇപ്പം നമ്മളൊരു സ്വഭാവം അങ്ങനെ രാവിലെ തിന്നണം, 10 മണിക്ക് തിന്നണം, ഉച്ചക്ക് തിന്നണം, രാത്രിയും തിന്നണം. അത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചായ എങ്ങനെ കുടിച്ചാൽ ഒന്നും പ്രശ്നമല്ല. എത്ര ചായ കുടിച്ചു, ഇപ്പോൾ ഒരാൾ ചായ കുടിച്ചാൽ നമ്മൾ പുറത്തിറങ്ങി വേറെ ആളൊരു ചായ കുടിച്ചാൽ ഒരു ചായ കൂടി കുടിച്ചു. ഞാനല്ല നല്ലൊരു ഷെയ്ക്ക് കുടിച്ച ചോറ് കഴിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരാളൊരു ഷെയ്ക്ക് കുടിക്കില്ലെന്നാൽ അതിന് നമ്മൾ റെഡിയാണ്. ഒരു അളവും ഒരു കണക്കുമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ പ്രമേഹം വരാനുള്ള കാരണം എന്താണ്? അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കാണ് പ്രമേഹം ഉണ്ടാകുന്നത്. നമ്മൾ ജോലിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മളൊരു മലയാളിൻ്റെ ജോലി നിങ്ങൾക്കറിയാം, ഒരു ഇസ്തിരി ചുളിയാത്ത പണിയാണ് ഒരു 99% മലയാളികൾ ഏർപ്പാട്. അതിന് ഒരു രാവിലെ 3 വെള്ളപ്പം 4 വെള്ളപ്പം തിന്നേണ്ട ഒരു ആവശ്യമില്ല. ഒരു ദോശ 1 ദോശ തിന്നാൽ മതി നമ്മളെ പണിക്കനുസരിച്ച്. ഉച്ചക്ക് 1 കപ്പ് ചോറ് തിന്നാൽ മതി. ഞാൻ പറഞ്ഞ ചോറിൻ്റെ പാത്രം ഉണ്ടല്ലോ ഹോട്ടലിലൊക്കെ കിട്ടണേ, അങ്ങനെ തല തിരിച്ച് വെക്കണം എന്നാണ്. അതിൽ കൂട്ടാണ്ടിനോടത്ത് ചോറിട്ടാൽ മതി, മറ്റേ സാധനങ്ങളൊക്കെ ചോറിടുന്നോടത്ത് വെച്ചാൽ മതി. അത്ര കുറച്ച് തിന്നേണ്ട ആവശ്യം അതിൻ്റെ പണി നമ്മൾ എടുക്കണുള്ളൂ. നമ്മൾ തിന്നുന്ന അണ്ണാച്ചിയാളമാരും പണി നമ്മൾ അറബിയാളമാരിയാണ്. ഇപ്പോൾ നേരെ ഉൾട്ടായിക്കാണ്. സാറിന് ഒരു ഹോട്ടലിലൊക്കെ ചെന്നാൽ തമിഴന്മാരാണ് ചോറൊക്കെ തിന്നതാണ് നമ്മൾ ബേജാറാകുക. നമ്മളങ്ങനെ തിന്നു, പക്ഷെ പണി നമ്മൾ എടുക്കില്ല. ഒരു അതിനനുസരിച്ച് പണി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ജോലിക്കനുസരിച്ചുള്ള ഭക്ഷണം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബോധം നമ്മളെ വീട്ടിലുണ്ടാകും. സാധാരണ നമ്മൾ എന്താ ഈ കുട്ടികളൊക്കെ സ്ത്രീകൾ എല്ല് പൊട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ പറയും, അവസാനം ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു ടോണിക്ക് എഴുതി തരും ചോദിച്ചു. എന്തിന്? തീറ്റ ഉണ്ടാകും. ഇങ്ങനെ നിൽക്കുന്ന കുട്ടിക്ക് പിന്നെയും തീറ്റ ഉണ്ടാകും. അവർ ഈ കുട്ടി അത്യാവശ്യം തടി ഉണ്ടല്ലോ, ഇല്ല അത് തീരെ തടിയില്ല, എൻ്റെ ഇവരെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോനൊക്കെ ഭയങ്കര വണ്ണാണ്, എന്താ ഓലയിട്ട് അവർ മത്സരിക്കണ്. അപ്പം ഏത് ഉമ്മാർക്കും അവനാൻ്റെ കുട്ടികൾ തിന്നണില്ല എന്ന് തന്നെയാണ് പറയാം, തീറ്റെടുക്കാൻ വേണ്ടി ടോണിക്ക് എഴുതിക്കുക. അപ്പം അങ്ങനെ ഒരു ശൈലിയാണ്. ഇപ്പം കുട്ടികളോടൊക്കെ എന്താ പറയുക, ഇപ്പം തിന്നോ, കുറച്ച് കഴിഞ്ഞാൽ പ്രമേയമൊക്കെ വരും, അപ്പം തിന്നാൻ പറ്റില്ല. അങ്ങനെ കണ്ട സഹോദരങ്ങൾ, കുറച്ച് കഴിഞ്ഞ് പ്രമേയം വരും വിചാരിച്ചാണ്ട് ഇപ്പം ആരെങ്കിലും തിന്നോ? ഇത് തിന്നേണ്ട പ്രായമാണ്. അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല, തിന്നേണ്ട പ്രായം. അങ്ങനെ തീറ്റിക്കുക, ആ ഒരു ശൈലി നമ്മൾ വീട്ടിൽ നിർത്തണം. അതേപോലെ തന്നെ ബേക്കറി. ഇപ്പോൾ ആളുകളൊക്കെ അറ്റാക്കായിട്ട്, പണ്ടൊക്കെ നെഞ്ചുവേദനയായിട്ട് ഒരാൾ കാഷ്വാലിറ്റിയിൽ വരുമ്പം ഞാനൊക്കെ MBBS പഠിച്ച 1990-96 കാലഘട്ടത്തിലാണ്. അന്നൊക്കെ ഒരാൾ കാഷ്വാലിറ്റിയിൽ നെഞ്ചുവേദനയായിട്ട് വന്നാൽ ഒരു 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് ECG എടുക്കുള്ളൂ. പിന്നെ അതൊക്കെ ചോദിച്ചറിഞ്ഞ് എവിടെയാണ് വേദന, നെഞ്ചിൻ്റെ ഏത് ഭാഗത്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ECG എടുക്കുക. എന്നാൽ ഇന്ന് 10-12 വയസ്സിലൊരു കുട്ടി നെഞ്ചുവേദന എന്നാൽ ECG എടുക്കും. കാരണം എന്താ വെച്ചാൽ കുട്ടി തിന്നണത് അങ്ങനെയാണ്. ഒരു കോഴി ഒന്നായിട്ടൊക്കെ തിന്നുക, ചൊവ്വായ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതേമാതിരി തവാഫ് കോഴി ഇങ്ങനെ തിരിയണം, അത് അതേമാതിരി കൊണ്ടേ വെക്കുക ചെയ്യുക. പണ്ടൊക്കെ ഒരു കോഴി തിന്നാനുള്ള പ്രയാസം എത്രയെന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. ആരെങ്കിലും ഒരു അളിയാക്കൊക്കെ പെരയ്ക്ക് വിരുന്ന് വരുമ്പോഴാണ് ആകെ കോയിനെ ഇറക്കുക. അതന്നെ ആ നാടൻ കോയിനെ കൂട്ടുന്ന രാവിലെ തന്നെ തുറന്നു വിട്ട കോയിനെ രണ്ടാമത് അതിനെ പിടിച്ചണമെങ്കിൽ ഭയങ്കര പണിയാണ്. അതിൻ്റെ പിന്നാലെ പായാണ്ടെന്ന ഒരു 4-5 ആൾക്കാർ കൂടി പാഞ്ഞ് ആ കോഴി ഒന്നായിട്ടാണ് ലാസ്റ്റ് ക്ഷീണിച്ച് അങ്ങനെ പിടിക്കുക. അത് പിടിക്കാൻ തന്നെ 2 കോഴി തിന്ന എനർജി പോയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ആ കുറക് 2-3 പീസാക്കിയിട്ട് ഒരു കഷ്ണം ആകെ കിട്ടും നമുക്ക്. ഇന്ന് ആൾക്കാർ ഒരു കോഴി ഒന്നായിട്ട് തിന്നണ്, 1-2 എന്നല്ല, തിന്നണീനൊരു കണക്കില്ല. അതും ഈ ഇപ്പം നിങ്ങൾ നോക്കി ഇവിടുന്ന് നിങ്ങൾ എങ്ങനെ പോയാലും മലപ്പുറം ജില്ല മലബാർ പ്രദേശം കഴിയോളം ഒരു ബസ് സ്റ്റോപ്പ് മുതൽ അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നോക്കിയാൽ 1-2-3 ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവും. ആരും നഷ്ടത്തിലല്ല, എല്ലാവരും ലാഭത്തിലാണ്. ആരതൊക്കെ തിന്നണേ? ഇവരൊക്കെ പെരയിൽ വേറെ ഉണ്ടാക്കുന്നുണ്ട്, ഇവരൊക്കെ പെരയിൽ വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഇവർ വരും വിചാരിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമിതമായി ഇപ്പം നമ്മളെ നാട്ടിലെന്താണ് ഇത്ര കിഡ്നി രോഗികൾ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ നാട്ടിൽ മാത്രമേ എന്തുള്ളൂ, അമിതമായി ഇതേപോലെ റോഡ് സൈഡിൽ ഭക്ഷണങ്ങൾ കാണും. നിങ്ങൾ പാലക്കാടൊക്കെ പോയി നോക്കി, ഒരു മനുഷ്യൻ മരി പോയി കഴിഞ്ഞാൽ തിന്നും കൂടി ഇല്ല, തിന്നാനൊരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കിട്ടൂല. ഏതൊരു ടൗണിലൊരു ഹോട്ടലുണ്ടെങ്കിലല്ലാതെ ആകെ ഉണ്ടാകുക ഒരു ചായപ്പൊടിയും കുറേ നുറുക്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ നോക്കി നിങ്ങൾ രാത്രി 1 മണി വരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിന്നാൻ കിട്ടും റോഡ് സൈഡിൽ. അപ്പം അതുകൊണ്ട് അതേപോലെ തന്നെ ബേക്കറി, പണ്ടൊക്കെ ബേക്കറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് വിരുന്ന് വന്നിട്ട് വേണം ആ ബേക്കറി പാത്രം 5-ന് ആ നേരത്തെ പൊന്തുള്ളൂ, പിന്നെ കാണാൻ തന്നെ കിട്ടൂല. ആ നേരത്തെ അവിടെ ഹാജരുള്ളവർക്കൊക്കെ എന്തെങ്കിലും കിട്ടും. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് എല്ലാ വീട്ടിലും ബേക്കറി എണ്ണാണ്, ഓരോ ബസ് സ്റ്റോപ്പിലും ബേക്കറിയാണ്. ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൂൾബാറും ബേക്കറിയാണ് തുടങ്ങുക. എന്നിട്ട് എല്ലാവരും പണ്ട് മിഠായി എന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ പൂട്ടുമ്പോൾ എന്തെങ്കിലും പൈസ ഇട്ടല്ലേ, യുവജനോത്സവത്തിനൊക്കെ നമുക്ക് മിഠായിക്ക് പൈസ ഇട്ടുക. ഇന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പാക്കറ്റാണ് കൊണ്ടുവരുന്നത്, 1-2 ഇരുന്ന് തിന്നാണ് കുട്ടികൾ പാക്കറ്റ് ചോക്ലേറ്റ്. അത് ഒരു മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിരിയാണിൻ്റെ അത്ര എനർജി ഉണ്ട്. ഫഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ മുട്ടായി ഉണ്ട്. ഇപ്പോൾ ഒരു പശുവിൻ്റെ ഒക്കെ ചിത്രമുള്ള
അതിൻ്റെയൊക്കെ 4 മുട്ടായി എന്നാൽ തന്നെ പിന്നെ ഒരു ബിരിയാണി തിന്നേണ്ട ആവശ്യമില്ല, അത്രയും എനർജി ഉണ്ടായില്ല. അത് കുട്ടികൾ 4, 5, 8, 10 ഇരുന്ന് തിന്നാണ്. എന്നാൽ പണ്ടത്തെ പോലെ ഓട്ടോ ചാട്ടോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ കൾച്ചർ തന്നെ എന്താണ്, തീരെ ശരീരം ഇളകാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പണ്ട് നോക്കി എത്ര നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാരനോല ട്രൗസറാണ് നമ്മൾ ഇടുക തന്നെ. നമുക്കൊരു ട്രൗസർ കിട്ടൂല, ഏട്ടന്മാരുടെ ട്രൗസർ, മൂത്താപ്പാൻ്റെ കുട്ടികളുടെ ട്രൗസറാണ് നമുക്ക് കിട്ടുക. അത് എങ്ങനെയാലും മുറുകി നിൽക്കൂല. അത് പിന്നെ മടക്കി കുത്തിയിട്ടും കയറിട്ടിട്ടൊക്കെ നിർത്തുക ചെയ്യുക. ഇന്ന് നോക്കി എല്ലാവരും മെലിഞ്ഞിട്ടുണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഇവിടെ അങ്ങനെ 2 പേരുണ്ടാവും മൂക്കുന്നൊലിച്ച്, ഒരുവിധം കുട്ടികൾക്കൊക്കെ. ഇന്ന് അങ്ങനത്തെ ഒരു കുട്ടീനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മൂക്കുന്നൊലിച്ചിനെ. അതേമാതിരി എല്ലാവരും മെലിഞ്ഞ കുട്ടികളെ കാരം എല്ലിങ്ങനെ വാരിയെല്ലൊക്കെ എണ്ണാൻ പറ്റും പണ്ടത്തെ കാലത്ത് കുട്ടികളവിടെ. ഇന്ന് ഒരു കുട്ടീൻ്റെ എല്ലാം ഞങ്ങൾക്ക് കാണൂല, നോക്കി ഒക്കെ അങ്ങനെ തടിച്ച് ചീർത്താൻ നിൽക്കും. അപ്പൊ ഒരു ശൈലിയായി ഇത് വളർന്നു വരികയാണ്. അപ്പൊ അതിന് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ അതിൽ പങ്കുണ്ട്. വിശക്കുണ്ടെങ്കിൽ തിന്നാൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അമിതമായി തീറ്റിക്കേണ്ട ഒരു കാര്യമില്ല. ഇനിയും തിന്നോ. പണ്ട് എൻ്റെ പേരിലൊക്കെ ഒരു തരം ഭക്ഷണമേ സാധാരണ ഉണ്ടാക്കുള്ളൂ. ഇന്നിപ്പോ ഏത് പെരിയിൽ പോയാലും എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും 2-3 ഐറ്റംസ് രാവിലെ ഉണ്ടാവും. അത് പുട്ട് വേണ്ടവർക്ക് പുട്ടുന്ന, ദോശ ഉണ്ടാകുന്നത് ഹോട്ടൽ മാതിരിയാണ് എല്ലായിടത്തും. കാരണം ഓനെ പറ്റൂല, ബന്നിട്ടേ പറ്റുള്ളൂ. അപ്പൊ എല്ലാം ഉണ്ടാക്കുക. പണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക, എല്ലാവരും തിന്നാൻ പറ്റാത്തൊരു തിന്നൂല. അയച്ച് 2ാമതൊരു ഐറ്റം ഒന്നും ഒരു സ്ഥലത്ത് ഉണ്ടാക്കൂല. അങ്ങനെ തീറ്റിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ കല്യാണത്തിൽ ചെന്നാലും നിങ്ങൾ നോക്കി, ഒരു ബിരിയാണി കപ്സ. പണ്ടൊക്കെ ആകെ തേങ്ങാച്ചോറും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് ബിരിയാണി, കപ്സ, 2-3 റൈസ് ഐറ്റംസ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് അങ്ങനെ തിന്നാണ്. എന്നിട്ട് എന്നാൽ ഈ തിന്നാൻ കൊണ്ട് നിൽക്കണം എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ തിന്നു പോകാനാണ്. ഇത് അങ്ങനല്ല, ഇതെല്ലാം തിന്നാൻ വേണ്ടി ആൾക്കാർ ഇതിനൊന്നിടും. എല്ലാം ആദ്യം ടെസ്റ്റ് ചെയ്യും ചില ആൾക്കാർ. എന്നിട്ട് ഇഷ്ടമുള്ളത് പിന്നെ കുറെ തിന്നും. എന്നിട്ട് പിന്നെ നീക്കാൻ നേരത്ത് പിന്നെ ഒരു പോകല്ലേ വെച്ച് പിന്നെയും കുറച്ച് അങ്ങനെ അങ്ങോട്ട് തിന്ന് മുതലാക്കുക. അങ്ങനെ കൾച്ചറാണ് ഇവിടെ ഉണ്ടായി വരുന്നത്. അപ്പൊ അത് വളരെ അപകടകരമായ, അതുകൊണ്ട് നിങ്ങൾ പോയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അസുഖം തന്നെയാണ്. ഏത് അസുഖം എടുത്താലും അതിന് പരിഹാരം എന്താണ്? ഭക്ഷണം കുറക്കണേ. ഈ അസുഖങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരമായി പറഞ്ഞ എന്താണ്? അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ തന്നെ വീട്ടിൽ ഈ ബേക്കറിയും ഇതൊക്കെ നമ്മൾ തന്നെ ആ ഒരു കൾച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വാപ്പാക്ക് പ്രമേയം ഉണ്ടായാലും മക്കൾക്ക് പ്രമേയം ഉണ്ടാവും. അത് സഹോദരങ്ങളെ ഒരു ജനിതക പ്രശ്നം കൊണ്ട് മാത്രമല്ല, അങ്ങനെ നമ്മളതിന് മനസ്സിലാക്കരുത്. വാപ്പാക്ക് പ്രമേയം ഉണ്ടായാൽ മക്കൾക്ക് പ്രമേയം ഉണ്ടാകുന്ന ആ വാപ്പാന്റെ മോനായതുകൊണ്ട് മാത്രമല്ല, ആ വാപ്പാന്റെ അതേ തീറ്റ സ്വഭാവക്കാരൻ മോനുണ്ടാകുക അതുകൊണ്ട് കൂടിയാണ്. ഇപ്പൊ ചില ആൾക്കാർ കല്യാണം ആലോചിക്കുമ്പോൾ പറയും എന്താ എങ്ങനെ ഉണ്ട് ചോദിച്ചാൽ ഞാൻ പറയും, ആ വാപ്പാനൊന്ന് പോയി നോക്കിക്കളയരുത്, അതേമാതിരി ഉണ്ടാകുക. വാപ്പ ചൂടനാണെങ്കിൽ മക്കളും 99% ചൂടന്മാരേക്കാരും. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിന്റെ ശൈലി, ഇപ്പോൾ ആ വീട്ടിൽ ആ വാപ്പാന്റെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മക്കളും വളർത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അതല്ലാതെ ഒരു മകനായി എന്നതും കൊണ്ട് മാത്രം പ്രമേയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേയമില്ല. നമ്മൾ വാപ്പാക്ക് പ്രമേയം ഉണ്ടായി നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാം, ഒരു പരിധിവരെ പ്രമേയം ഇല്ലാതാക്കാനും ഉണ്ടെങ്കിൽ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എപ്പോൾ ഷുഗർ നോക്കിയാലും ഷുഗർ കൂടുതലേക്കാരം. അപ്പോൾ എന്താ പറയലോ, അത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു, പായസം കുടിച്ചാൽ അത് ചക്കക്കാലം മാങ്ങാക്കാലം പറയും, ഞാൻ ഇന്നലെ ചക്കൻ നീനു മാങ്ങ നീനു അതുകൊണ്ടാണ് ഷുഗർ കൂടുതലെന്ന്. അപ്പൊ സഹോദരങ്ങൾ, ഈ ചക്കയും മാങ്ങി തിന്നണ്ടെന്ന് പറയില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, രാത്രി തിന്നണ്ട 2 ചപ്പാത്തിക്ക് പകരം ഒരു 10 വരിക്ക ചക്കച്ചോളം തിന്നോളി. അത് തിന്നൂല, ചപ്പാത്തിന്റെ മേലാണ് ഈ ചക്ക കൊണ്ടുപോയി തിന്നുക. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഈ കാലറി നമ്മൾ കുറക്കുക എന്നാണ് ഇതിൻ്റെയൊക്കെ പരിഹാരമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതന്നെയാണ് വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ എടുത്ത് നോക്കിയാൽ ആകെയുള്ള ഒരു ഭക്ഷണത്തിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ചരിത്രത്തിൽ കാണാം മദീനയിൽ ഒരു വൈദ്യം വന്നിട്ട് അവസാനം രോഗികളെ കിട്ടാനായിട്ട് തിരിച്ചു പോയി എന്നാണ്. പോകാൻ നേരത്തെ ആൾ ചോദിച്ചു, എന്താ ഇവിടെ ആർക്കും അസുഖമില്ലാത്തത്? അപ്പൊ ഞങ്ങൾ വിശന്നാൽ മാത്രമേ തിന്നുള്ളൂ എന്നൊരു സഹാബി മറുപടി പറഞ്ഞു. എന്നോട് എഴുതി വായിച്ചാണ്, ഞാൻ ഇതിന്റെ സനതുണ്ടോ എന്നൊക്കെ അറിയില്ല, ഒരു ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടന്നാണ്. അപ്പൊ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തെ നിയന്ത്രിച്ചത് കൊണ്ടാണ് ഇബാദത്തിന് പോലും ചൈതന്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അമിതമായി ഭക്ഷണം കഴിച്ചു വന്ന് നിസ്കരിച്ചാൽ നിന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല, എപ്പോഴും ഉറക്കണ്ടാവും. നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ച് ശീലിച്ചു നോക്കി, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാർ വിചാരിക്കുക ഭക്ഷണം കഴിച്ച് കുറച്ചാൽ ക്ഷീണം ഉണ്ടാവുന്ന. ആരിപ്പോൾ ഇവിടെ ഇടക്കാലത്ത് കുറെ ആൾക്കാർ ഈ ഇറച്ചി മാത്രം തിന്നുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ പോയി പോകുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഭയങ്കര തടി ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറെ തടി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അവർ പറഞ്ഞൊരു കാര്യം സത്യം എന്താണ്, എന്ത് ഈ ഭക്ഷണം ചോറും സാധനങ്ങളൊക്കെ കുറച്ചപ്പോൾ എന്തുണ്ട് വെച്ചാൽ ക്ഷീണമൊന്നും കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് ക്ഷീണമാണെന്ന്, പക്ഷെ അവർക്ക് സത്യത്തിൽ ക്ഷീണമല്ല, ഉഷാറാണെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഇബാദത്തുകളിലൊക്കെ ഒരു ചൈതന്യം വേണമെങ്കിൽ എന്ത് വേണം? ആ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ കുറക്കുക എന്നുള്ളത് പ്രത്യേകമാണ്. പിന്നെ മാത്രമല്ല, അമിതമായി ഭക്ഷണം കഴിക്കൽ ഒരു തെറ്റാണ്. മാത്രമല്ല, അള്ളാഹു കോപിക്കുന്ന, അവൻ്റെ കോപം ലഭിക്കുന്ന ഒരു വിഷയമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമുക്കെതിരെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. കാരണം എന്താ അറിയോ? കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ വിശിഷ്ട വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് വലാ തത്ഗൗ ഫീഹി, നിങ്ങൾ അതിൽ അതിര് കവിയരുത് എന്നാണ്. അതിര് കവിയരുത് കേട്ടോ. ഫയഹില്ല അലൈക്കും ഗളബി, അങ്ങനെ അതിര് കവിഞ്ഞാൽ നിങ്ങളുടെ മേൽ എൻ്റെ കോപം വന്നിറങ്ങുന്നു. അള്ളാന്റെ കോപം വന്നിറങ്ങുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അതിര് കവിയ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സഹോദരൻ, നിസ്കാരത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ആഫിയത്ത് എന്ന് പറയുമ്പം അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാനൊക്കെ പറഞ്ഞത് കാണാം. അത് ശിർക്കിൽ നിന്നുള്ള ആഫിയത്തുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിന്റെ ആഫിയത്തൊക്കെ ഉണ്ട്. എല്ലാതരം അസുഖങ്ങളിൽ നിന്നുമുള്ള ആഫിയത്തിനെയാണ് നമ്മൾ ചോദിക്കുന്നത്. സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിലെ പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിട്ടും നമ്മൾ അതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടുക? റബ്ബിൻ്റെ കോപം നാം വിളിച്ചു വരുത്തുന്നുണ്ടോ എന്ന് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല. ഇപ്പോൾ ഒരു പുതിയ ബില്ല് വന്നു, മുസ്ലിങ്ങളൊക്കെ ഇവിടെ പുറത്തു പോകേണ്ടി വരും, 2ാം തരം പൗരന്മാരാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അരീകോട് ഭാഗത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇപ്പം മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഭാര്യ-ഭർത്ത ബന്ധത്തിന്റെ ഊഷ്മളതയും അതിൻ്റെ സന്തോഷവും അതിൻ്റെ സമാധാനവും എല്ലാം ഇവിടെ ഒരു വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. നമുക്ക് ജീവിച്ച അനുഭവമുള്ള ആളുകളായതുകൊണ്ട് അത് നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാനും കൂടി കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിന്റെ ആരോഗ്യം എന്നുള്ളത് ശരീരത്തിന്റെ ആരോഗ്യം തന്നെയാണ്. കാരണം മനസ്സിന് ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് ശരീരത്തിന് എത്ര ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പൊ നമ്മൾ നല്ലൊരു ഭക്ഷണം ഇവിടെ കൊണ്ടുപോയി വെച്ച് നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ കുട്ടി ഒരു പാമ്പ് കടിച്ചു വരിക്കുക, ആ കൊണ്ടുവന്ന ഫുഡ് അങ്ങനെ കിടക്കും. ആ ഉണ്ടാക്കിയ ബിരിയാണി ചിലപ്പോൾ പൊട്ടിക്കാതെ അങ്ങനെ കിടക്കും. കാരണം പിന്നെ കഴിക്കാൻ കഴിയൂല. അതാണ് മനുഷ്യന്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തുണ്ട്? സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന്, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗത്തിന് ശമനവുമാണ് ഈ വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അത് ഖുർആനിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. ഖുർആനിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. സാധാരണ ആളുകൾ എന്തിപ്പോൾ ഒരിക്കൽ ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ ഒരു ആഴ്ചകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, 25 വയസ്സായ ഒരു പെൺകുട്ടി കൈയിൻ്റെ ഞരമ്പ് മുറിച്ചിട്ട് ആശുപത്രിയിൽ വന്നു, ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട്. ഈ ഞരമ്പ് മുറിച്ച് ബ്ലീഡിങ് ആയി രക്തമൊക്കെ വാർന്ന് മരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കൈ മുറിച്ചത്. അപ്പോൾ അതിനെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയോട് ഇത് തുന്നാൻ വേണ്ടി നമ്മൾ കയറ്റുന്ന സമയത്ത് കുട്ടീനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു ചേതോവികാരം എന്താണ് ചോദിച്ചപ്പോൾ ആ കുട്ടി 20 വയസ്സായപ്പോൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞു. അങ്ങനെ കുറച്ചു കാലം നീണ്ടു നിന്ന ആ ബന്ധം ഡൈവോഴ്സായി. അപ്പോൾ ആ ഡൈവോഴ്സിന്റെ മാനസിക ആഘാതത്തിൽ നിന്ന് ആ കുട്ടി കരകയറിയിട്ടില്ല. അതിന് മുമ്പ് 2ാമതൊരു കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചു വാപ്പ. അപ്പോൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വാപ്പാനോട് ചെറിയൊരു ദേഷ്യം തോന്നും. എന്തിനാ ഇപ്പം ഇയാൾ ഇതിങ്ങനെ നിർബന്ധിക്കണ്? ഒരു മാനസികമായി ഒരു ഡൈവോഴ്സിൽ നിന്ന് തന്നെ അതിൻ്റെ മാനസികമായിട്ട് ഇന്ന് രക്ഷപ്പെടാത്തൊരു കുട്ടിയെ വീണ്ടും ഒരു കല്യാണത്തിന് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ, ആ വാപ്പ ചെയ്തത് തെറ്റാണെന്നല്ലോ നമുക്ക് തോന്നി. ആ വാപ്പാനോട് ചെറിയൊരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ വാപ്പാനെ കുറച്ച് കഴിഞ്ഞപ്പം കണ്ടു. അത് കാണുമ്പോൾ സഹോദരൻ നമുക്ക് അതിനേക്കാൾ കരച്ചിൽ വരും. വളരെ വയസ്സനായൊരു മനുഷ്യൻ. അയാൾ പറഞ്ഞെന്താ അറിയോ? എനിക്ക് പ്രായമായി, കുറേ അസുഖങ്ങളുണ്ട്, എത്ര ഗുളിക കുടിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം, എത്ര ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം. അങ്ങനെ ഇപ്പം ഞാൻ നിൽക്കണം ഇവിടെ, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ഞാൻ മരിച്ചാൽ ഈ കുട്ടിക്ക് ഞാനുള്ളത്. അതുകൊണ്ട് ഞാൻ മരിക്കണതിൻ്റെ മുമ്പ് നല്ലൊരാളെ ഏൽപ്പിച്ചിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അതിനാണ് അയാൾ നിർബന്ധിക്കുന്നത്. ഇപ്പം 2 പേരെടുത്തും ശരിയുണ്ട്. 2 പേരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും അവർ പറഞ്ഞത് ശരിയാണ്. അപ്പം ആരെടുത്താണ് പിന്നെ ഇതിൽ തെറ്റ് സഹോദരങ്ങളെ? അദ്ദേഹം പറഞ്ഞു, നമ്മതൊക്കെ നമ്മളെ സമുദായത്തിൽപ്പെട്ട നമ്മളെ ആളുകൾ, ഈ ഖുർആൻ അവതരിക്കപ്പെട്ട ഈ ഖുർആനിന്റെ ആളുകളാണ് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ കൊന്നുകളയരുത് എന്ന വിശുദ്ധ ഖുർആൻ ഓതുന്ന കുട്ടികളും ആളുകളുമാണ് ഇവിടെ മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്. എന്താണ് സഹോദരങ്ങളെ സമാധാനം കിട്ടാത്തത്?
എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ അതംഗനീയമായ വിധികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതം പോകുമ്പം ആർക്കൊരു പ്രയാസമില്ല, എല്ലാവർക്കും സന്തോഷമാണ്. എപ്പോഴാണ് സങ്കടം ഉണ്ടാകുക? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ആകാതിരിക്കുമ്പോഴാണ് മനുഷ്യന് സങ്കടം ഉണ്ടാകുക. അതെന്തുകൊണ്ടാണ്? അത് മനുഷ്യനെ അള്ളാഹു പല അവസ്ഥകളിലായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു രോഗി വന്നു, ഒരു വളരെ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസമായിട്ടുള്ളൂ. ഏകദേശം ഈ ഭാഗത്തു നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് നമുക്ക്. ആ ഒരു പയ്യൻ ഒരു കുഴിയിലേക്ക് തല കുത്തി വീണ് ഛർദിച്ചപ്പോൾ ആ ഛർദിക്കണ ഫോഴ്സ് കൊണ്ട് കല്ലെട്ടി കുഴിക്ക് തല കുത്തി വീണ് കഴുത്തൊടിഞ്ഞ് കയ്യും കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സർജറിക്ക് കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ, രാത്രി സർജറിക്ക് ചെയ്ത് രാവിലെ റൗണ്ട്സിന് വന്ന സമയത്ത് അവനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്, ഈ കുഴിയിലേക്ക് എങ്ങനെ വീണ് വെച്ചപ്പം അവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ കല്യാണത്തിന് വേണ്ടി ഇന്റർലോക്കിംഗ് ടൈൽസ് ഇട്ടിരുന്നു വീട്ടിൻ്റെ മുറ്റത്തൊക്കെ. അപ്പോൾ ഉമ്മാനേറ്റ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഉമ്മാനേറ്റ് അകന്നു പോകാമെന്നൊരു പരാതി ഉണ്ടല്ലോ. അപ്പം ഉമ്മാനോട് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ഛർദിക്കാൻ വന്നു. ഛർദിക്കാൻ വേണ്ടി കൊലായിക്ക് വന്ന് ആ ടൈൽസ് ഇങ്ങനെ കണ്ടപ്പോൾ തോന്നി ഇവിടെ ഛർദിച്ച് അത് കഴുകിയാൽ പെട്ടെന്ന് പോവില്ല, ഇനി കഴുകാൻ പിന്നെ ഓൻ്റെ പെണ്ണുങ്ങൾ തന്നെ വരും വേണ്ടി വരും. ഇപ്പം 2 മാസമല്ലായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞോളെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ കഴുകിക്കാൻ വിചാരിച്ചിട്ട് ഈ സാധു കുറച്ച് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഒരു വലിയ കുഴിയുണ്ട് അവിടെ, അതിക്ക് വേണ്ടി ഛർദിക്കാൻ വേണ്ടി നേരെ ചെന്ന് ആ സ്പീഡിൽ തല കുത്തി അങ്ങോട്ട് കുഴിക്കണം വീണ്, അങ്ങോട്ട് കഴുത്തൊടിഞ്ഞു. ഞങ്ങനല്ല, ആക്ക് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു, കുറച്ച് പ്രായമായ ഒരാൾ. അയാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ രോഗിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി ഡോക്ടർ സത്യം മാത്രമേ എന്നോട് പറയാൻ പാടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഒരാൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പം എന്താണ് ചോദിച്ചപ്പം നിങ്ങൾ ചികിത്സിക്കുന്ന രോഗിയുടെ ആ കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ ബാപ്പയാണ് ഞാൻ, എൻ്റെ കുട്ടീനെയാണ് അവൻ കെട്ടിക്കണത്. അപ്പം എനിക്കറിയേണ്ടത് എന്താ അറിയോ, ഇപ്പം എൻ്റെ കയ്യും കാലും ഇനി നേരാകുമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് MRIയിൽ ഇതിൻ്റെ ഞരമ്പൊക്കെ മുറിഞ്ഞു പോയതായിട്ടാണ് കാണുന്നത്, അതിനൊരിക്കലും നേരാവില്ല എന്നാണ് ഞങ്ങളുടെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് അവൻ്റെ കൈകാലിഞ്ഞ് ജനങ്ങാൻ സാധ്യതയില്ല എന്നാണ്. അപ്പോൾ അയാളിനോട് പറഞ്ഞെന്താ അറിയോ, എൻ്റെ കുട്ടീൻ്റെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയാൽ എൻ്റെ കുട്ടിക്ക് വേറൊരാളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഒരു ലൈഫ് കിട്ടും, ഇവൻ്റെ കൂടെ ഇനി ഒരു ലൈഫ് ഇല്ലല്ലോ, അതുകൊണ്ട് ഡൈവോഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് നിങ്ങൾ സത്യം പറയണട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇയാളിനോട് പറഞ്ഞത്. അങ്ങനെ സഹോദരങ്ങളെ, ഏതൊരു പെണ്ണ് ഛർദിക്കുന്നത് വാരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ആ സാധു ആ കുഴിയിലേക്ക് പോയത്, ആ പെണ്ണ് ഓനിട്ട് പോയി. ഇതാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. സെക്കൻഡുകൾ മതി അവസ്ഥകൾ മാറാൻ. ഇപ്പൊ നമ്മൾ ക്യാൻസർ ആണെന്നൊക്കെ പറയില്ലേ, ഈ 40 വയസ്സായ ഒരു ക്യാൻസർ രോഗി വീട്ടിലിങ്ങനെ കിടക്കാണ്, നമ്മളെ അയൽവാസിക്ക് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് വന്നു. നമ്മളെന്താ പറയാ, അവന്റെ വിധി, പാവം അല്ലേ, അള്ളാഹു അവന് പരീക്ഷിക്കാണ്, നമ്മൾ പോയിട്ട് ചിലപ്പം പറയും അള്ളാഹിന്റെ പരീക്ഷണമാണ്, ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 40 വയസ്സുള്ള ഒരാള് ക്യാൻസർ ആയിട്ട് ഇങ്ങനെ അയൽവാസി കിടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് പരീക്ഷണമാണെന്ന്. പക്ഷെ ആ മനുഷ്യൻ അനുഭവിക്കുന്ന കുറച്ച് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. കോഴിക്കോട് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ക്യാൻസർ രോഗികൾക്ക് മരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ മരിക്കുന്ന സ്ഥലമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ട് ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ സംസാരിച്ചു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചാണ് എന്താണ് ഈ മരിക്കുന്ന സമയത്ത് ആളുകളുടെയൊക്കെ മാനസിക വികാരം എന്താണ് ചോദിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഭയങ്കര കഷ്ടപ്പാടാണെന്നാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്, കടുത്ത മാനസിക സംഘർഷത്തിലായിക്കൊണ്ടാണ് പല ആളുകളും മരിച്ചു പോകുന്നത്. അപ്പൊ അതിന്റെ ഏത് തരം ആളുകളാണ് അങ്ങനെ സംഘർഷത്തിലാണ് ചോദിച്ചപ്പം മൂപ്പരിനോട് പറഞ്ഞാൽ എന്താ അറിയോ, 2 തരം ആളുകൾക്ക് സമാധാനമുണ്ട് കാണുമ്പോട്ടോ, പ്രത്യക്ഷത്തിലുള്ള കാര്യം പറഞ്ഞു, ഉള്ളിലുള്ള കാര്യമല്ല. ഒന്ന് തീരെ പടച്ചല്ല എന്ന് പറഞ്ഞ ആൾക്കാർ, ഓൾക്ക് എന്താ വെച്ചാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല, ഓലെ മരിച്ചാൽ തീർന്നു. രണ്ടാമത് വളരെ മുത്തക്കിങ്ങളായ ആളുകൾ, വളരെ സൂക്ഷിച്ച് ജീവിക്കുന്ന വളരെ മുത്തക്കിങ്ങളായ ആളുകൾ, അവർക്കും അവസാനം വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതിന്റെ രണ്ടിന്റെ നടുവിൽ നിൽക്കുന്ന നമ്മളെ മരുത്ത ആൾക്കാരുണ്ട്, ഇതൊക്കെ മരിച്ചണം, സ്വർഗം കിട്ടും ഈ കാരം എന്നൊക്കെ വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു വലിയൊരു കീഴൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ, കുറച്ചൊക്കെ ആറാമോളൊക്കെ ചെയ്യും, എന്നാ വലിയൊരു മുത്തക്കിയല്ല, എന്നാ ആവശ്യത്തിന് നിസ്കരിച്ചു, അങ്ങനത്തെ ഒരു എടി കൂടെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുക. അത് എന്തുകൊണ്ടാ ചോദിച്ചാൽ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളെ ചിന്ത മാറും. ഈ ഒരു മാനസികാവസ്ഥ അല്ല, ഒരു വയറ്റിൽ ക്യാൻസർ ഉണ്ട്, ഇനി 3 മാസേ ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞാല് പിന്നെ ഈ ഒരു മാനസികാവസ്ഥ നമ്മൾ പോയി, പിന്നെ നമ്മൾ വേറൊരു മാനസികാവസ്ഥയ്ക്കാണ് വരിക. കാരണം മരണം ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ എന്തായാലും അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കും ചോദിച്ചാല്,
ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള ഏറ്റവും വലിയ സങ്കടം ഉണ്ടാവും. ഇന്ന് ഉണ്ടാവില്ല. ഒരിക്കലും മരിക്കാൻ കിടക്കുന്ന ഒരാളും തന്നെ ഞാനൊരു ബെൻസ് കാർ വാങ്ങിയില്ലല്ലോ, 2 കോടിന്റെ ഒരു വീട് വെച്ചില്ലല്ലോ, എന്റെ മക്കൾക്ക് 10 കോടിന്റെ പ്രോപ്പർട്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്ന് ഒരാളും സങ്കടപ്പെടാറില്ല. പക്ഷെ എന്താ സങ്കടപ്പെടലോ? ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള അങ്ങേ അറ്റത്തെ ഖേദമുണ്ടാവുന്നതാണ്. ആ ഒരു ഖേദം മാത്രമല്ല, ഇപ്പൊ 40 വയസ്സായി, ഇനി നാളെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ, ഒരു ഛർദി, ഒരു വയറുവേദന 2 ദിവസമായിട്ട് മാറുന്നില്ല, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ട് വരികയാണ്, ലിവറിനെ ബാധിച്ചിരിക്കുന്നു, ഇനി രക്ഷയില്ല, 3-4 മാസം ജീവിക്കും, നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ നോക്കിക്കോളി എന്ന് ഡോക്ടർ പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ നിലപാട് മാറി. പിന്നെ നമ്മളെ പ്രശ്നം എന്താണ്? പിന്നെ നമ്മൾ ആ വീട്ടിൽ കിടക്കുമ്പോൾ, മരണത്തെ കാത്ത് നമ്മൾ ആ കിടക്കയിൽ കിടക്കുമ്പോൾ, നമ്മളെ മൂത്ത കുട്ടി +2 ആണ്, 2ാമത്തെ കുട്ടി 10ാം ക്ലാസ്സിലാണ്. ആര് കെട്ടിച്ചു വിടും ഈ കുട്ടികളെ? വീടിന്റെ തറ പണി നടന്നിട്ടുള്ളൂ, ബാക്കി പണി പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചൊക്കെയാണ്. ആര് പൂർത്തീകരിക്കും ആ വീട്? അതിന്റെയൊക്കെ സംഘർഷം ഒരു ഭാഗത്തുണ്ട്, അതിന്റെ അപ്പുറത്ത് ഈ ക്യാൻസറിന്റെ വേദനയുണ്ട്, അതിന്റെ അപ്പുറത്ത് ഇനി മരിച്ചു ചെന്നാൽ എന്താകും? ഇത്രയും കാലത്തെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, ഖുർആൻ ഒരാവർത്തി വായിക്കാൻ ഞാൻ ശ്രമിച്ചില്ലല്ലോ, ഒരു നല്ല സംരംഭങ്ങൾക്ക് ഞാൻ തുടക്കം കുറിച്ചില്ലല്ലോ എന്ന് ആലോചിക്കും. അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സത്യമാണ്, ആ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയാണ്. 76 വർഷം നീണ്ട ഒരു പഠനം അവർ നടത്തിയിട്ടുണ്ട്. മരിക്കാൻ സമയത്ത് ജീവിതത്തിൽ ആർക്കാണ് കൂടുതൽ സന്തോഷം കിട്ടുക എന്ന് അവർ പഠനം നടത്തിയിട്ട് അവർ കണ്ടെത്തിയത്, ജീവിതത്തിൽ തന്റെ ബന്ധുക്കളോടും തന്റെ സ്നേഹിതന്മാരോടും ഏറ്റവും നല്ല രൂപത്തിൽ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോയി സന്തോഷത്തോടുകൂടി ജീവിച്ച ആളുകൾക്കാണ് മരിക്കുന്ന സമയത്തും സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കി, അള്ളാന്റെ റസൂല് പറഞ്ഞു, ആർക്കാണ് കൂടുതൽ ആയുസ് കിട്ടുക? കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു. അങ്ങനത്തെവർ കുറെ കാലം ജീവിക്കുമെന്നാണ് ആ പഠനം പറയുന്നത്. അല്ലാത്തവര് മാനസിക സംഘർഷത്തിൽപ്പെട്ട് വളരെ നേരത്തെ പല അസുഖങ്ങളും വന്ന് മരിച്ചു പോകുന്നതാണ് ആ പഠനത്തിന്റെ റിപ്പോർട്ട് തന്നെ. അപ്പൊ ഈ ബന്ധങ്ങൾ, ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും, സഹോദരന്മാരുമായി തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടാവും, നിസ്സാര കാര്യത്തിന്റെ പേരിൽ വാപ്പാനോട് തെറ്റി നിൽക്കുന്നവരുണ്ടാവും, അനിയന്മാരോട് തെറ്റി നിൽക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു മാറാന്, ഒരു ക്യാൻസർ കോശം എന്നുള്ളത് നമ്മുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ വളരുന്നുണ്ടാവും. അത് പുറത്തു വരാൻ, അത് കണ്ടെത്താൻ ചിലപ്പോ വൈകിയേക്കാം. എങ്കിലും സഹോദരങ്ങളെ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ ആളുകളുടെ നിലപാട് മാറും, ചിന്ത മാറും. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ആരാണ് അബ്ദുല്ലാഹിബ്നു ഉമർ? മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ അങ്ങേയറ്റത്തെ പിൻപറ്റിയ വ്യക്തി എന്നാണ് ചരിത്രം അദ്ദേഹത്തെ പറ്റി പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ നടന്നു പോകുമ്പോൾ ചില സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നതാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, എന്താണ് ഇബ്നു ഉമർ താങ്കൾ ഇപ്പോൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, അള്ളാഹുവിന്റെ റസൂല് ഈ വഴിയിലൂടെ കടന്നു പോയപ്പോ ഇവിടെ എത്തിയപ്പോൾ ചിരിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് പറയുന്ന അത്രത്തോളം നബിയെ പിൻപറ്റിയ വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയണത്, ഞാൻ ഒരിക്കൽ നബിന്റെ സദസ്സിൽ ചെന്നു. അപ്പൊ ഞാൻ 10ാമത്തെ ആളായിരുന്നു. 9 ആൾ അവിടെ വന്നിട്ടുണ്ട്, 9 ആൾ അവിടെ ആൾറെഡി ഉണ്ട്, ഞാൻ 10ാമത്തെ ആളായി എത്തി. അങ്ങനെ ഒരു അൻസാരിയായ സഹാബി നബിനോട് ചോദിക്കാണ്, മൻ അഖിയസുന്നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ, ഏറ്റവും ഇന്റലിജന്റ്, ഏറ്റവും സ്മാർട്ട് ആരാണ് ചോദിക്കാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ പറയാണ്, എന്താരോ, ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ. എന്തുകൊണ്ടാണ്? മരണത്തിന് ശേഷമാണ് ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു നിമിഷവും നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് ഈ ഖുർആൻ തന്നെയാണ് എന്തൊക്കെ മാനസിക വിഷമം നമുക്കുണ്ടോ അതിനുള്ള പരിഹാരം ഈ വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? നിങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടോ? സൂറത്തു ദുഹ എടുത്തോതി. വദ്ദുഹാ എന്നുള്ള സൂറത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കടുത്ത മാനസിക സംഘർഷം ഉണ്ടായപ്പോൾ, ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിച്ചപ്പോൾ ഇറങ്ങിയ സൂറത്താണ് സൂറത്തു ദുഹ. എപ്പോഴാണ് ഇറങ്ങിയത്? വഹി വന്നു. ആദ്യത്തിൽ കുറച്ച് വഹി വന്നു, പിന്നെ കുറെ കാലം വഹി വരാതെയായി. അപ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ദാ മുഹമ്മദിന് വഹി എത്തിച്ചു കൊടുക്കുന്ന ആളൊക്കെ മുഹമ്മദിനെ കൈവിട്ടുകണ്,
മുഹമ്മദിനെ എല്ലാരും ഒഴിവാക്കിക്കണ്, ഇനി മുഹമ്മദിന് ആരും വരൂല എന്നൊക്കെ പറഞ്ഞ് മക്കയിലെ മുശ്രിക്കീങ്ങൾ നബിയെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ നബിക്ക് അങ്ങേയറ്റത്തെ സങ്കടം ഉണ്ടായി. നബിക്കെന്നെ തോന്നി, പടച്ചോൻ എന്നെ കൈവിട്ടോ. നിങ്ങൾ നോക്കി, ഗൾഫിൽ തകർന്നു, നിത്താക്കാത്ത് ബാധിച്ചു, നാട്ടിൽ വന്നു, പെണ്ണുങ്ങളെ 25-30 പവൻ കൊണ്ടേ വിറ്റു, എന്നിട്ട് ചെറിയൊരു ഏർപ്പാട് തുടങ്ങി, അതും പൊളിഞ്ഞിങ്ങനെ പെരയി കുത്തിരിക്കാണ്. അപ്പൊ തോന്നുകയാണ്, പടച്ചോൻ എന്നെ കൈവിട്ടോ, പടച്ചോൻ ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹല്ലേ, എന്നെ വെറുത്തോ. ഏതൊരു പ്രയാസം അനുഭവിക്കുന്ന ആളുടെയും മനസ്സിൽ വരുന്നൊരു ചിന്തയാണിത്. ഒരു പ്രയാസമുണ്ട്, പരീക്ഷയിൽ തോറ്റു, പരീക്ഷയിൽ വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല, അപ്പൊ നമുക്ക് തോന്നുകയാണ്, പടച്ചോൻ എന്താ ഇപ്പൊ ഇങ്ങനെ എന്നോട് ഒഴിവാക്കിക്കണോ, എന്നെ വെറുത്തുക്കണോ തോന്നാണ്. അള്ളാന്റെ റസൂലിന് തോന്നി അങ്ങനെ. വഹി വന്ന് കുറച്ചു കാലം വഹി വരാണ്ടായി, കളിയാക്കാൻ തുടങ്ങിയപ്പം തോന്നാണ്. എടാ സൂറത്ത് തുടങ്ങി, അള്ളാന്റെ റസൂലിന് അവതരിച്ച സൂറത്താണെങ്കിലും സങ്കടമുള്ള ആരതെടുത്ത് ഓതിയാലും അതിന്റെ അർത്ഥം ഇങ്ങനെ ആലോചിച്ചാല് ജീവിതത്തിൽ സന്തോഷം വരും. എന്താ ദുഹാ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രഭാതത്തിന്റെ പൊൻകിരണം, അങ്ങനെ സൂര്യൻ അങ്ങനെ ഉദിച്ചിങ്ങനെ പൊന്തി വരുമ്പോഴൊരു വെളിച്ചുണ്ട്. ആ ഇരുട്ട് പോയി ഒരു വെളിച്ചം വരും എന്നുള്ള സൂചനയാണ്. വല്ലൈലി ഇദാ സജ, രാത്രി ശാന്തമാണ്. രാത്രി നമുക്കൊക്കെ പേടിയാണ്, എന്തൊക്കെ പറഞ്ഞാലും രാത്രി ഒരു പേടി തന്നെയാണ്. ആ രാത്രിയുടെ ശാന്തതയ്ക്ക് ശേഷം ഒരു പ്രഭാതത്തിന്റെ പൊൻകിരണം, ഒരു വെളിച്ചം വരാനുണ്ട്. അത് സത്യം ചെയ്ത് പടച്ചോൻ പറയാണ്, എന്ത്? മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്റെ റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല. നമുക്ക് സങ്കടം തോന്നുന്നുണ്ടോ? ഇവിടുന്ന് ഈ വീടും കുറ്റിയൊക്കെ പറിച്ച് ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് ആരെങ്കിലും പേടിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എന്തിനു പേടിക്കണം? ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി, ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിക്ക് മക്കത്തുനിന്ന് പോണ്ടി വന്നില്ലേ സഹോദരങ്ങളെ? അതിനേക്കാൾ മീതുണ്ടോ നമ്മള്? അതിനേക്കാൾ മീതുണ്ടോ? ആ നബിക്ക്, അള്ളാഹുവിന്റെ മുത്തു നബിക്ക് പിറന്ന മണ്ണ് ഉപേക്ഷിച്ച് പുറത്താക്കപ്പെട്ടില്ലേ? അള്ളാഹിനോട്, അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നബിയെ, നിന്നെ വെറുത്തിട്ടുമില്ല. പിന്നെന്താണ്? വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. എങ്ങനെ അർത്ഥം വെച്ചാലോ ശരിയാണ്. വലൽ ആഖിറത, ആഖിറത്താണ്, ഇനി വരാനുള്ളതാണ്. ഖൈറും ലക മിനൽ ഊല, വന്നു കഴിഞ്ഞതിനേക്കാൾ നിനക്കുത്തമം, ഇതുവരെ സംഭവിച്ചതിനേക്കാൾ നിനക്കുത്തമം ഇനി സംഭവിക്കാനുള്ളതാണ്, ഇനി വരാനുള്ളതാണ് എന്നർത്ഥം വെച്ചാലും, ഈ ദുന്യാവിനേക്കാൾ നല്ലത് ആഖിറമാണ് എന്നർത്ഥം വെച്ചാലും അത് സൂട്ടബിൾ ആണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട, ഇനി നല്ലൊരു ഭാവി വരാനുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർള, നിന്റെ റബ്ബ് നിനക്ക് നൽകും, അപ്പോൾ നിനക്ക് തൃപ്തിയാകും. എന്നിട്ട് ചോദിക്കാണ്, ഇതൊക്കെ നബിനോടാണെങ്കിലും നമ്മളോട്, നമ്മളെ മനസ്സിനോട് നമ്മൾ ചോദിച്ചാൽ മതി. അലം യജിദ്ക യതീമൻ ഫആവ, നിന്നെ ഞാൻ യതീമായി കണ്ടില്ലേ? ജനിക്കണീന്റെ മുമ്പ് എന്നെ വാപ്പ മരിച്ചില്ലേ? നല്ലൊരു കാലത്തിൽ എത്തുന്നതിന്റെ മുമ്പ് എന്നെ ഉമ്മ മരിച്ചില്ലേ? അങ്ങനെ വാപ്പയും ഉമ്മയും ഇല്ലാതെ ജീവിച്ചിട്ടും ഒരു പ്രയാസവുമില്ലാതെ വല്ലിപ്പാന്റെയും എളാപ്പാന്റെയും മൂത്താപ്പാന്റെ ഇടയിൽ ഒരു പ്രയാസമില്ലാതെ നിന്നെ ഞാൻ വളർത്തിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഭൂതകാലം ആലോചിച്ച് നോക്കി, എന്തൊക്കെ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ഭൂതത്തിലുള്ളത്. എന്നാൽ ഇന്ന് എന്തൊരവസ്ഥയിലാണ് നമ്മളുടെ സഹോദരങ്ങളെ? ഏത് കാര്യം എടുത്തൊക്കെ ആണെങ്കിലും സാമ്പത്തികമായി നോക്കി പഴയ അവസ്ഥയാണ് ഒപ്പം ഉള്ളത്. എന്താണ് നമ്മൾ മെച്ചത്തിലല്ല സഹോദരങ്ങളെ? ചോദിക്കാണ്, അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ. ആ മക്കയുടെ അന്ധകാരം എന്താണ്? ചൂതാട്ടത്തിലും മദ്യത്തിലും വ്യഭിചാരത്തിലും ജീവിച്ചിരുന്ന ആ മക്കാ മുശ്രിക്കുകളുടെ അന്ധകാരത്തിൽ അള്ളാന്റെ റസൂലിനെ അള്ളാഹു ഒരു വഴികേടിലും പെടാതെ മുത്തുപോലെ കൊണ്ടെന്നില്ലേ? നബിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസം അന്ന് മുശ്രിക്കുകളുണ്ടല്ല. അത്രയും നല്ല തങ്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത, ആരെയും സഹായിക്കുന്ന, ഏത് പ്രയാസങ്ങളും കണ്ടറിയുന്ന അത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ആ നാട് മൊത്തം വഴികേടിലായപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് ജീവിച്ചത്. നിനക്ക് വഴി കാണിച്ചില്ല. നമ്മളവസ്ഥ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, എത്ര ആൾക്കാരാണ് ഇപ്പോഴും ഈ കാഷ്വാലിറ്റിയിലൊക്കെ എല്ലൊക്കെ പൊട്ടി വരുമ്പം ഓരോ ഉമ്മാര് വിളിച്ച് പ്രാർത്ഥിക്കണ കേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും. ഒരിക്കലും ഉമ്മാനെ പ്ലാസ്റ്റർ ഇടാൻ നേരത്ത് ഉമ്മ പറയണേ, യാവുത്തങ്ങളെ എന്നെ കാക്കണം. ആരാണ് ഈ യാവുത്തങ്ങള്? തിരൂര് 2 ജാറത്തിൽ നിൽക്കുന്ന ആളാണ്. ഭൂമിന്റെ അടിയൂടെ പോയി 1 കിലോമീറ്റർ അപ്പുറത്ത് പൊന്തി വേറൊരു ജാറുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന 2 കബറിൽ താമസിക്കുന്ന ഔലിയാണ് ഈ യാഹൂത്തങ്ങള്. അങ്ങനെ തങ്ങന്മാരെ പറ്റി നമ്മൾ ആർക്കും അറിയില്ല. അങ്ങനെ 2 ജാറുണ്ട് ഇവിടെ. ആ തങ്ങളെയാണ് ഇമ്മ വിളിക്കണത്. അപ്പൊ ഉമ്മാനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പടച്ചോനെ വിളിച്ചൂടെ, അള്ളാനെ വിളിച്ചൂടെ ചോദിച്ചപ്പം ഉമ്മ പറയാണ്, നമ്മളെ കൂട്ടരല്ലാതെ വേറെ ആരാ ഉള്ളത്? നമ്മളെ കൂട്ടക്കാരല്ലാതെ പിന്നെ ആരാ ഉള്ളത്?
അത്രയും രൂഢമൂലമായ അന്ധവിശ്വാസമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ പടച്ചോ നമ്മളെ കാത്തിലെ. അള്ളാഹിനെ മാത്രം വിളിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ തൗഹീദ് നമുക്ക് മനസ്സിലായില്ലേ? അള്ളാഹ് അത്രയും കാരുണ്യം നമ്മളോട് ചെയ്തില്ലേ? നിങ്ങളെ ഒരു വഴികേടിലായി കണ്ടിട്ട് അള്ളാഹ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? നബിനോട് ചോദിച്ചാണ്. പക്ഷെ നമ്മളോടും സത്യം തന്നെയല്ലേ? നമ്മൾ നല്ലൊരു അവസ്ഥയിൽ മുമ്പത്തെക്കാൾ നല്ല ഹിദായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു സദസ്സിൽ ഒത്തുകൂടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദീനിനെയും പറ്റി പറയുന്ന ഖുർആൻ ആയത്തുകൾ ഓതുന്ന ഒരു സദസ്സിൽ വന്നിരിച്ച് കേൾക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകിയില്ലേ? ഇതൊക്കെ ചെറിയ കാര്യമാണോ? എന്നിട്ട് പറയാണ് ഈ ദരിദ്രനായ പുണ്യക്കാൻ സമ്പന്നത, ധന്യത നൽകിയേ. നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു കാലത്ത് മദ്രസക്കും സ്കൂൾക്കും ഇവിടെ ആൾക്കാർ പോയിരുന്നത് കഞ്ഞിവെള്ളം കുടിച്ചിട്ടും തേങ്ങന്റെ വെള്ളം കുടിച്ചിട്ടൊക്കെ സ്കൂളിൽ പോയ കാലുണ്ട് ഇവിടെ. അത്രയും പട്ടി ഉണ്ടായിരുന്നു. ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു സൈക്കിൾ ഓട്ടാമായിരുന്നു. സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ആ ചവിട്ടി പൂതി തീർത്തൊരു കാലം ഒക്കെ കണ്ടായിരുന്നു. ഇന്ന് നമ്മളെ വീടിന്റെ മുമ്പിൽ മോട്ടോർ ബൈക്കും സ്കൂട്ടറും മാരുതിയും ഇനോവ വരെ നിൽക്കാണ്. ഏതെടുത്ത് പോകണമെന്നാണ് നമ്മൾക്കറിയാത്തത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയില്ലേ? തിന്നാൻ കിട്ടാതെ ചക്കന്റെ ചുള തിന്നിരുന്ന ഒരു കാലഘട്ടം, ചക്കച്ചുള പോലും കിട്ടാണ്ട് ചക്കന്റെ ചൗരി തിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. അത്രയും ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഏട്ടന്റെ പുസ്തകം എടുത്തിട്ട് തലമുറകളായി 3-4 ആൾക്കാരൊക്കെ ഒരു പുസ്തകം സ്കൂളിൽ പഠിച്ചിന്. പുതിയ പുസ്തകം എന്നുള്ള സ്വപ്നം തന്നെയല്ല. നമുക്ക് 3 ഏട്ടന്മാരുണ്ടെങ്കിൽ ഓന്റെ ബുക്കേ നമുക്ക് കിട്ടുള്ളൂ. നമുക്കൊരു ബുക്ക് പുതിയ കിട്ടാനുള്ള വകുപ്പില്ലേ ഇവിടെ? ഇന്ന് ഓരോ കുട്ടികൾക്കും പുതിയ ബുക്കാണ്. പുസ്തകത്തിൽ തന്നെ എഴുതപ്പോ യൂസ് ചെയ്ത പുസ്തകം പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. അത്രയും സമ്പന്നത എന്ന് വന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹിനെ വെറുക്കുക? അള്ളാഹു ഒന്നും തന്നിട്ടില്ല നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങളെ ദരിദ്രനായി, നിന്നെ ഞാൻ ദരിദ്രനായി കണ്ടപ്പോൾ നിനക്ക് സമ്പന്നത നൽകിയില്ലേ എന്ന് അള്ളാഹ് ചോദിക്കാണ്. അത് അള്ളാഹ് നബിനോട് മാത്രമല്ല നമ്മളോടും കൂടിയാണ് ആ ചോദിക്കുന്നത്. അത് ശരിയല്ലേ? പിന്നെ എങ്ങനെ അള്ളാഹ് നിങ്ങൾക്ക് വെറുക്കാൻ കഴിയും? ഒരു പ്രയാസം വരുമ്പോഴത്തിന് അള്ളാഹുവിനെ പറ്റി എങ്ങനെ ഒരു മോശമായ ചിന്ത ഉണ്ടാണ്? പാടില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ് ഇനി കുറച്ച് ബാധ്യതകളുണ്ട്. എന്താണ്? ഇങ്ങനെയൊക്കെ പടച്ചോങ്ങളോട് ചെയ്തില്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴും ഇതേപോലെ കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരവസ്ഥയിൽ കഴിഞ്ഞിരുന്നോ ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും സമൂഹത്തിൽ കുറെ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, യതീമായി ജീവിക്കുന്നുണ്ട്. സ്വന്തം പ്രയാസങ്ങൾ പറയാൻ ഒരു ഗ്രഹനാഥനില്ലാതെ കഷ്ടപ്പെടുന്ന യതീമുകളുണ്ട്. അവരെ നിങ്ങൾ ആട്ടിയകറ്റരുത്, അവരെ നീ അടിച്ചമർത്തരുത്. ചോദിക്കുന്നവനെ ആട്ടിയകറ്റരുത്. ഒന്നും കൊടുക്കാനില്ലെങ്കിലും ആസാമിൽ വെള്ളപ്പൊക്കമുണ്ടായി വന്നതാണ് എന്നൊരാൾ വന്ന് പറയുമ്പം അയാളെ CBI ചോദ്യം ചെയ്യണ പോലെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആരും ഇവിടെ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഓരോരുത്തരും ചോദ്യം ചെയ്യാ. എന്നാ വെള്ളപ്പൊക്കം ഉണ്ടായത്? എത്ര കാലായി? എത്ര ആൾക്കാർ മരിച്ചു? ചോദ്യം ചോദിക്കണേ കേട്ടാ വിചാരിക്കും 1 ലക്ഷത്തിന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു 10 റുപ്യ എടുത്തു കൊടുക്കും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി സഹോദരങ്ങളെ. ഒരാളെയും ആട്ടിയകറ്റാനോ വിരട്ടിവിടാനോ പാടില്ല. ചോദിക്കുന്നവനെ അള്ളാന്റെ കൽപ്പനയാണ്. കൊടുത്താനുള്ള പ്രതിഫലം കിട്ടും. ഉദാഹരണം പറഞ്ഞുതരാ. ഹദീസിലുള്ള സംഭവമാണ്. ഒരാള് ഇഖ്ലാസോട് കൂടി ദാനം ചെയ്യണം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന അങ്ങേ അറ്റത്തെ ഇഖ്ലാസോടുകൂടി ഒരാള് കുറെ സ്വത്തുക്കൾ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ രാത്രി ഇറങ്ങിയതാണ്. അങ്ങനെ അയാൾ ഒരാൾക്ക് കൊടുത്തു. രാത്രി ഒരാളെ കണ്ടെത്തി കൊടുത്തു. എന്തിനാണ് രാത്രി പോയത്? ആരും അറിയാതെക്കാന്. നേരം വെളുത്തപ്പോൾ ജനങ്ങൾക്കിടയിൽ സംസാരമായി. എന്താണ്? ഇതാ ഒരാൾ പോയി ഇന്നലെ ഒരു വേശ്യക്ക് വലിയൊരു തുക ധർമ്മം നൽകിയിരിക്കുന്നു. അപ്പൊ ഇയാൾക്ക് സങ്കടമായി. ഒരു വേശ്യക്കാണല്ലോ ഇത് കിട്ടിയത്. ഇങ്ങനെ ഇഖ്ലാസോട് കൂടി കൊണ്ടേ കൊടുത്ത് ആരും അറിയാതെക്കാം രാത്രിയിൽ. പക്ഷെ കിട്ടിയത് ഒരു വേശ്യക്കായി പോയി. അങ്ങനെ അയാൾ തീരുമാനിച്ചു, ഇന്നും ഞാൻ രാത്രി കൊണ്ടേ കൊടുക്കും. അങ്ങനെ പിറ്റേന്ന് രാത്രിയും അയാൾ കൊണ്ടേ കൊടുത്തു. അതിന്റെ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ നാട്ടിൽ സംസാരമായി. ഇതാ ഒരാള് ആ നാട്ടിലെ ഏറ്റവും വലിയ മോഷ്ടാവിന് കൊണ്ടേറ്റ് ആരോ സ്വതക്ക നൽകിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇയാൾ സങ്കടപ്പെട്ടു. പക്ഷെ അയാൾ അന്നും തീരുമാനിച്ചത് ഇന്നും രാത്രി ഞാൻ കൊടുക്കും. അങ്ങനെ 3-ാമത്തെ ദിവസം രാത്രി അയാൾ വലിയൊരു സമ്പാദ്യവുമായി ഇറങ്ങി തിരിച്ച് ഒരാൾക്ക് കൊണ്ടേ കൊടുത്തു. നേരം വെളുത്തപ്പോൾ ജനങ്ങൾക്കിടയിൽ സംസാരമായി. ആ നാട്ടിലെ ഏറ്റവും വലിയ പിശുക്കന് കൊണ്ടേറ്റ് ആരോ വലിയൊരു സ്വതക്ക നൽകിയിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഒരിക്കലും ആ സ്വതക്ക നഷ്ടപ്പെട്ടില്ല. കാരണം അതിന്റെ അനന്തരഫലം അള്ളാഹു അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു എന്നാണ്. ആ വലിയ സമ്പാദ്യം സ്വതക്കയായി കിട്ടിയപ്പോൾ ആ സ്ത്രീ വേശ്യാവൃത്തി ഉപേക്ഷിച്ചു. കാരണം ഇത്രയും വലിയ സമ്പാദ്യം എന്തിനാ വേശ്യാവൃത്തി നടത്തണം വിചാരിച്ചു. ആ കള്ളന് മോഷ്ടാവായ ആള് അത്രയും വലിയ ഒരു സ്വതക്ക കിട്ടിയപ്പോൾ അയാൾ വിചാരിച്ചത് ഞാൻ എന്തിനു മോഷ്ടിക്കണമെന്നാണ്. അയാൾ ആ പണി നിർത്തി. ആ
പിശുക്കനായ ധനികൻ വിചാരിച്ചു, ഒരു നല്ലൊരു മനുഷ്യൻ രാത്രി കൊണ്ടേറ്റ് എനിക്ക് ഇത്ര അധികം സമ്പത്ത് ദാനം ചെയ്തെങ്കിൽ സഹോദരങ്ങൾ, അയാൾ ആലോചിച്ച്, ഞാൻ എന്തൊരു വലിയ പിശുക്കനാണ്, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ എൻ്റെ സമ്പത്ത് സ്വതക്ക ചെയ്യാൻ തീരുമാനിക്കുന്നു. അയാൾ വലിയ ധർമ്മിഷ്ഠനായി മാറിയതാണ്. അത് അയാളുടെ അനന്തരഫലമാണ്, അയാൾ ചെയ്തതിന്റെ അനന്തരഫലം. എന്തുകൊണ്ട് സഹോദരങ്ങളെ? അയാൾക്ക് അങ്ങേയറ്റത്തെ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇഖ്ലാസുള്ള കർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ് സഹോദരങ്ങളെ? സമൃദ്ധമായ താടി ഉണ്ടായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ ഇങ്ങനെ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഇങ്ങനെ ഉറ്റുവീഴുമായിരുന്നു എന്നാണ്. അപ്പൊ ആളുകൾ, സഹാബത്ത് ചോദിക്കും, എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, താങ്കൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലെ ശിക്ഷകളെ പറ്റി പറയുമ്പോൾ കരയാത്ത രൂപത്തിൽ താങ്കൾ ഖബർ കാണുമ്പോൾ കരയുന്നത് എന്താണ് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിലെ ആദ്യത്തെ വീടാണ്, ചെന്നു ചേരാനുള്ള സ്ഥലമാണ് ഖബർ. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവിടെ അങ്ങോട്ട് എളുപ്പമായിരിക്കും, അവിടെ ആരെങ്കിലും പ്രയാസത്തിലായാൽ അവിടെ അങ്ങോട്ടൊക്കെ പ്രയാസമായിരിക്കും. അതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. എന്ത് ആ ഒരു കരച്ചിൽ എന്ത് ചെയ്യാനാണ് സഹോദരങ്ങളെ പ്രേരിപ്പിച്ചത്? ഖബറിനെ ആലോചിച്ചിട്ട് അവരെന്താണ് ചെയ്തത്? മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ സ്ഥലമില്ല. ആര് ഈ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ആ മസ്ജിദുൻ നബിയോട് ചേർന്നുള്ള ആ സ്ഥലം, വിലമതിക്കാനാവാത്ത സ്ഥലം ആരാണ് നമുക്ക് വാങ്ങിത്തരാന്ന് അള്ളാന്റെ റസൂല് ചോദിച്ചപ്പം ആയിരക്കണക്കിന് ദീനാറ് കൊടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സ്ഥലം മദീന പള്ളിക്ക് വേണ്ടി വാങ്ങി വഖഫ് ചെയ്തു. ഇന്നും മദീനത്ത് ഉംറക്ക് പോണ ആളുകൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ കൂലി ആർക്ക് കിട്ടും? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദീന നിവാസികൾക്ക് കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെട്ടപ്പം അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ മദീനയിലെ ആളുകൾക്ക് മുഴുവൻ വെള്ളം കുടിക്കുമാറ് വെള്ളം സമൃദ്ധമായ ജൂതന്റെ ഒരു കിണറുണ്ട്, ആ കിണർ ആരാണ് വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ചോദിച്ചു. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ദീനാർ ചെലവാക്കിയിട്ട് ആ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് അങ്ങനത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ എങ്ങനെ സഹോദരങ്ങളെ മരിക്കണത്? ആളുകൾ തടങ്കലിൽ വെച്ച ആളുകൾ വെള്ളം കുടിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു കാലത്ത് മദീനക്കാർക്ക് മുഴുവൻ വെള്ളം കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വെള്ളം കുടിക്കാൻ അനുവദിച്ചില്ല. മസ്ജിദുൻ നബവിക്ക് സ്ഥലം വാങ്ങിക്കൊടുത്ത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ അവർ വിട്ടില്ല, വീട്ടിൽ തടങ്കൽ വെച്ചു. ദുന്യാവിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നിശ്ചയമായും നാം മരിച്ചവരെ ജീവിപ്പിക്കും, എന്നിട്ടോ അവർ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മാത്രമല്ല വആസാറഹും, അതിന്റെ അനന്തരഫലമായി നമ്മൾ എന്തൊക്കെ നന്മകൾ ഈ ലോകത്ത് തുടങ്ങി വെച്ചോ അതിന്റെയൊക്കെ എല്ലാം അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെ ഈ ദുനിയാവിൽ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ ഏടിലേക്ക് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം ഇവിടെ ജീവിച്ചാലും ഒരു ക്യാൻസർ ആണ് എന്നറിയുന്നതിന് മുമ്പ്, ഒരു നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമ്മുടെ ശരീരം കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥ നമുക്ക് എത്തുന്നതിന് മുമ്പായി ഈ ആരോഗ്യമുള്ള ഒരു സമയത്ത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. ഇപ്പൊ ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരും സങ്കടപ്പെട്ട് വിഷാദം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ അവരെല്ലാം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയല്ല. ഇപ്പൊ നമ്മൾ ഭർത്താവിനെ കൂടുതൽ സ്നേഹിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റൂല, അല്ലെങ്കിൽ സങ്കടം വരും. മൂപ്പരെന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് മൂപ്പരെ മനസ്സിലാക്കണില്ലല്ലോ. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാളുണ്ട്, അള്ളാഹു. ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കേണ്ടത്. ഭാര്യനെയോ ഭർത്താവിനെയോ മാതാവിനെയോ അല്ല ഒരാൾ സ്നേഹിക്കേണ്ടത്. ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അപ്പൊ എന്തുണ്ടാവില്ല? സങ്കടം ഉണ്ടാവില്ല. കാരണം എന്റെ റബ്ബ് കാണണ്ടല്ലോ. ഒരു പാപം ചെയ്യുമ്പോൾ എന്റെ റബ്ബ് എന്ത് വിചാരിക്കും? അപ്പൊ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ അത് ക്ഷമിക്കാൻ കഴിയാന്നുള്ള എന്താണ്? എന്റെ റബ്ബ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാൻ ഇപ്പൊ തിരിച്ചു പറഞ്ഞാല് പടച്ചോനിപ്പോ എന്താ വിചാരിക്കുക? എന്റെ റബ്ബിനെ പറ്റി അങ്ങനെ വിചാരിക്കരുത്. അതാണ് ലജ്ജ എന്ന് പറഞ്ഞാല്, അള്ളാഹുവിനോടുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, സങ്കടപ്പെടരുത്. എന്തൊക്കെ ജീവിതത്തിൽ വന്നു ചേർന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ട്, എന്തൊക്കെ ഈ ലോകത്ത് സംഭവിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റബ്ബിനെയാണ്. റബ്ബ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്. നമ്മളും റബ്ബും തമ്മിൽ അത്രത്തിലൊരു ബന്ധമുണ്ട്. നമസ്കാരത്തിലൂടെ, 5 നേരത്തെ നമസ്കാരത്തിലൂടെ, ആരാധനകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നമ്മളും അള്ളാഹുവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കണം. ജീവിതത്തിന്റെ ഏതൊരു കാര്യവും, ഇപ്പൊ സഹാബത്തിനെ പറ്റി പറയുമ്പോൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. വാറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ചെരുപ്പിന്റെ വാറ്, ചെരുപ്പും വാറെന്നുള്ള കാലൊന്നും ഇപ്പല്ല.
ഒരു ചെരുപ്പ് വാറ് പോകുന്ന നമുക്കറിയാലോ, അത് വെറുതെ ഒന്ന് കൈകൊണ്ടാക്കിയാൽ അതിനുള്ളിലേക്ക് ചാടും. അതിനിപ്പോൾ ഇത്ര വലിയൊരു എക്സ്പെർട്ടിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ ഒരു വളരെ സിമ്പിളായ ഒരു കാര്യത്തിന് പോലും അവർ അള്ളാഹുവിനോട് സഹായം തേടിയിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹും അവരും തമ്മിൽ അത്രയും ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂറത്ത് ബഖറയിലായത്താണ്, നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞേ, എപ്പോഴും നമുക്ക് ജീവിതത്തിൽ സങ്കടം ഉണ്ടാകുക എപ്പോഴാണ്? നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ. അപ്പൊ പിന്നെ നമുക്ക് പൊറുതിയേടായി. എന്നാ അള്ളാഹ് പറയാണ്, നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമില്ല, നിങ്ങളൊരു കാര്യം വെറുക്കുന്നു, നിങ്ങൾക്കത് ഇഷ്ടമല്ല, അതാകുന്നു നിങ്ങൾക്ക് ഖൈർ. അത് ആർക്കേ അറിയുള്ളൂ? അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് ദോഷമാണ്, തിന്മയാണെന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അപ്പൊ നമുക്കൊരു കാര്യം, ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ വിചാരിക്കേണ്ടതാണ്, ഈ ഒരു പ്രയാസം എനിക്ക് ഖൈറാണ്, അതുകൊണ്ടാണ് ഈ പ്രയാസം എൻ്റെ റബ്ബ് എനിക്ക് തന്നത്. ആ ഒരു തലത്തിൽ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറോട് ഒരു സംശയം കൂടി ചോദിച്ചു. ഈ ചെറിയ ചെറിയ കുട്ടികൾ ക്യാൻസറൊക്കെ വന്ന്, ലുക്കീമിയ അങ്ങനത്തെ കുട്ടികൾക്ക് ബാധിക്കുന്ന ചെറിയ ക്യാൻസറുകളുണ്ട്, വലിയ ക്യാൻസർ. അതൊക്കെ വന്ന് ഈ ചെറിയ കുട്ടികൾ മരിച്ചു പോകുമ്പം നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ മാതാപിതാക്കളെ സമാധാനിപ്പിക്കുക എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ആളുകൾ പൊതുവെ ഈ യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അള്ളാഹു എന്താണ് കുട്ടിനോട് ഇത്ര ക്രൂരത കാണിച്ച്? ആ ചെറിയൊരു കുട്ടിക്ക് എന്തിനാണ് അള്ളാഹു ക്യാൻസർ കൊടുത്തത്? ഇതൊക്കെ അള്ളാഹു വലിയ ക്രൂരനല്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം രോഗികളോട് പറയുന്ന, അതായത് ഈ ഒരു കുട്ടിക്ക് ക്യാൻസർ ഉണ്ടായി, ഈ കുട്ടി എന്തായാലും സ്വർഗത്തിലാണ്, ഈ കുട്ടി ഇപ്പം എന്തായാലും സ്വർഗത്തിലാണ്. ഈ കുട്ടിക്ക് ക്യാൻസർ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ മരണത്തിൽ ആ കുട്ടിയെ പരിചരിക്കുകയും ആ കുട്ടിയുടെ വേർപാടിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ആ സ്വർഗം കിട്ടിയിട്ടാണ് അള്ളാഹു ആ സ്വർഗം ആ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നൽകുന്നില്ല എങ്കിൽ അള്ളാഹു ക്രൂരനാണ്. എന്നാൽ അള്ളാഹു ആ ക്ഷമിക്കുന്ന മാതാപിതാക്കൾക്കും പരിചരിക്കുന്ന ആളുകൾക്കും ആ വേർപാടിൽ ക്ഷമിക്കുന്നതിനൊക്കെ അളവറ്റ അനുഗ്രഹ പ്രതിഫലമാണ് നൽകുന്നത്. ഒരു കുട്ടി ഇങ്ങോട്ട് മരിച്ചു പോകുമ്പം അള്ളാഹു ചോദിക്കാണ്, ഒരു കുട്ടിന്റെ റൂഹെടുത്ത് ഒരു മലക്ക്, കുട്ടിനല്ല ഒരു പ്രിയപ്പെട്ട ഒരാളുടെ പ്രിയപ്പെട്ടവന്റെ റൂഹെടുത്തിട്ട് മലക്ക് ആകാശത്തേക്ക് എത്തുമ്പോൾ അള്ളാഹു ചോദിക്കുന്നത്, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെയാണല്ലോ നീ പറിച്ചെടുത്തത്. അപ്പൊ മലക്ക് പറയും അതേ. അപ്പോൾ അവൻ എങ്ങനെ പ്രതികരിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. അപ്പൊ ആ മലക്ക് പറയുമത്രേ, നിന്റെ അടിമ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നിന്റെ അടിമ പറഞ്ഞു. ഇത് കുട്ടി മരിച്ചു എന്നുള്ള, ബൈക്ക് ആക്സിഡന്റ് ആയി മരിച്ചു എന്നുള്ള ന്യൂസ് കേട്ടപ്പം വാപ്പ എന്താ പറഞ്ഞെന്ന് മലക്കിനോട് അള്ളാഹ് ചോദിക്കാണ്. വാപ്പ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലെ, ക്യാൻസർ ആയ ഒരു കുട്ടി മരിച്ചു എന്ന്, അത് മരിക്കുമ്പം അതിന്റെ മാതാപിതാക്കള് എന്ത് പ്രതികരണമാണ് നടത്തിയത് എന്ന് മലക്കിനോട് അള്ളാഹ് ചോദിക്കാണ്. അപ്പൊ അവര് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പം അള്ളാഹ് പറയാണ്, ബനാ ബൈതം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വീടുണ്ടാക്ക്, എന്നിട്ട് അതിന് സമ്മാബിഹി ബൈത്തുൽ ഹംദ്, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്. ആ സ്വർഗത്തിൽ വീടുണ്ടാക്കി അതിനൊരു പേരിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് അവരെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തലാന്ന്. ആ മരിച്ച ആ സഹിച്ച മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകൾക്ക്, ആ വേർപാടിൽ സഹിച്ച നല്ലൊരു റെസ്പോൺസ് കാണിച്ച ആളുകൾക്ക്, ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ എന്തിനു വേണ്ടിയാണോ പണിയെടുക്കുന്നത് ആ ഒരു സ്വർഗം ഒരു സെക്കൻഡ് നേരത്തെ റെസ്പോൺസിന് വേണ്ടി പകരമായി അള്ളാഹു നൽകുക എന്ന് പറയുമ്പം അത് വലിയ സമ്മാനവും ഔദാര്യവുമാണ്. അപ്പൊ സഹോദരങ്ങളെ, വിശ്വാസിക്ക് ഒന്നും നഷ്ടമല്ല. എന്തൊക്കെ ഈ ദുന്യാവിൽ സംഭവിച്ചാലും അതിൽ ക്ഷമിക്കുകയും അതിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടുകയും ചെയ്താൽ അതൊന്നും നഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും, അടുപ്പിച്ച് വലിയ 2 കുട്ടികൾ ആക്സിഡന്റ് ആയി, ബാക്കിയുള്ള ഒരു കുട്ടിക്ക് മാനസികമായി, ഭാര്യക്ക് ഭ്രാന്തായി, ക്യാൻസറായി, അത്രയും എടങ്ങേറിൽ ഒരാൾ നിൽക്കുകയാണെങ്കിലും സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യാതെ മരിച്ചാൽ അതിനുള്ള പ്രതിഫലം കിട്ടും. ക്ഷമിച്ചാൽ ശിർക്ക് സംഭവിക്കരുത്, പ്രാർത്ഥനയിൽ അല്ലാഹുവിനോട് പങ്കു ചേർക്കരുത്, ഇബാദത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാളോടും പങ്കു ചേർക്കാതെ മരിച്ചാൽ എത്രത്തോളം നോക്കി നിങ്ങൾ. ഒരു മക്കൾ മരിച്ചാൽ സഹോദരങ്ങളെ, ഇപ്പൊ കാഷ്വാലിറ്റിയിലൊക്കെ മക്കളൊക്കെ ആക്സിഡന്റ് ആയിട്ട് മരിച്ച് മാതാപിതാക്കളെ വിളിച്ചിരുത്ത് എങ്ങനെ അറിയാം? ഇവിടെ മോൻ സീരിയസ് ആണ്, മോൻ മരിച്ചു എന്നിട്ടല്ലേ വിളിച്ച, നമ്മളെ മകൻ സീരിയസ് ആണ്, ഒന്ന് വരീന്ന് പറഞ്ഞ് അവസാനം വാപ്പ കാണുന്നത് എന്താരോ, ഈ വെള്ളത്തുണിട്ട ശരീരമാണ്. അപ്പൊ ആ മാതാപിതാക്കളുടെ ഒരു പ്രതികരണമുണ്ട്, അവരെ നമുക്ക് സമാധാനിപ്പിക്കാം. സൂറത്ത് തൂറിലായത്തുണ്ട്, ശിർക്ക് ചെയ്യാത്ത മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി മാതാപിതാക്കൾ നിൽക്കുന്ന സ്വർഗത്തിലേക്ക് മക്കളെ കൊണ്ടുവരുന്നതാണ്.
കാര്യമായിട്ട് ഇബാദത്തൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ എന്ത് വേണം? ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ചെയ്യാത്ത മക്കളായിരിക്കണം. അതുകൊണ്ടൊരു മകൻ മരിച്ചു എന്ന് പറയുമ്പം പടച്ചോനെ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്റെ മകൻ ശിർക്ക് ചെയ്യാത്ത മകനാണ്. എന്തൊക്കെ തെറ്റുകൾ ഓന്റെ അടുത്തുണ്ടെങ്കിലും നാളെ ഓനെ മഹ്ശറിൽ സ്വർഗത്തിൽ എനിക്ക് കാണാമല്ലോ എന്നുള്ളൊരു ആശ്വാസം അത് വിശ്വാസികൾക്കല്ലാതെ ആർക്കുള്ളത്? ഇത്ര വലിയ സമാധാനം അള്ളാഹുവിനല്ലാതെ ഈ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചൊരു സമാധാനമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇൻ കുൻതും തഅലമു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാകുന്നു ഏറ്റവും ഉന്നതന്മാർ എന്നുള്ള അത് മാനസികമായും അതേപോലെ തന്നെ ഏതൊരു തരത്തിൽ അത് നമ്മൾ പരിശോധിച്ചാലും ഇത്രയും വലിയൊരു അനുഗ്രഹം മുസ്ലിങ്ങൾക്കല്ലാതെ കൈവരിക്കാൻ സാധ്യമല്ല. അതൊരു ഈ വിശ്വാസത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൈവരിക്കണമെങ്കിൽ ഇതാ തൗഹീദിൽ കറകളഞ്ഞ തൗഹീദുമായി മരിക്കുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ അങ്ങനെ കടത്തിയാൽ സഹോദരങ്ങളെ, ഒരു ചരടോ ഒരു ഏലസോ നമ്മളെ മേത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തന്നെയാണ് മരിച്ചു പോകുമ്പോൾ ഈ ദുന്യാവിലെ ഏറ്റവും വലിയ ഭാഗ്യം. ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ഒരു അംശം പോലും ജീവിതത്തിൽ തോണ്ടാത്ത കറകളഞ്ഞ തൗഹീദുമായി ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിൽ വരുന്ന തടസ്സങ്ങളിൽ ക്ഷമിക്കാനും നമുക്ക് കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, അത് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ വിജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും ഈ ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളായി ഭയപ്പാടില്ലാതെ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.